വിഷു ആശംസാ കാർഡിൽ കൃഷ്ണന്റെ മുന്നിൽ ബിരിയാണിക്കുമേൽ ചിക്കൻ ഫ്രൈ. ഇതിൽ എന്തെങ്കിലും അസ്വാഭാവികതയുണ്ടോ? ഇല്ല. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം. നബിദിനത്തിനും റംസാനുമൊക്കെ നബിയുടെ ചിത്രവും പിന്നെ പന്നിയിറച്ചി കുരുമുളക് ഇട്ടുവെച്ച ചിത്രവുമായി വേലായുധൻ നായരുടെ ഹോട്ടലിൽ കിട്ടുമെന്ന് കാണിച്ച് ഒരു കാർഡ് ഇറക്കിയാലോ, ഒരു പോസ്റ്റർ ഇറക്കിയാലോ? അവിടെ പ്രശ്നം ഉണ്ടാകും അല്ലേ? അത്തരത്തിലൊരു സംഭവമാണ് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നത്. വിഷു ആശംസാ കാർഡിലാണ് ഇത്തരത്തിലൊരു അതിക്രമം കാണിച്ചിരിക്കുന്നത്. ഇത് മെഹർ മന്തി ആൻഡ് ഗ്രിൽസ് എന്ന് പറഞ്ഞിട്ട് കോട്ടയത്തുള്ള ചേർത്തലയിലുള്ള ഒരു കടയിൽ, ഒരു സ്ഥാപനത്തിന്റെ വിഷു ആശംസാ കാർഡായിട്ട് ഇറക്കിയിരിക്കുന്നത് ഉണ്ണിക്കണ്ണന്റെ മുന്നിൽ ചിക്കൻ ബിരിയാണിയും അതിന്റെ മുന്നിൽ ഒരു ചിക്കൻ ഫ്രൈയുമാണ്. ഇതാരും കണ്ടിട്ടില്ല, ആരും പ്രതികരിച്ചിട്ടില്ല, ഇതിനൊന്നും ആർക്കും ഇവിടെ പ്രശ്നമില്ല. ഇപ്പോൾ എന്തായാലും ഹൈന്ദവ നേതാക്കൾ ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ശശികല ടീച്ചർ ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ ഒരു പോസ്റ്റ് എഴുതിയിരിക്കുകയാണ് ഭാസ്കരൻ നായർ അജയൻ. അദ്ദേഹം ചോദിക്കുന്നത് വളരെ സൂക്ഷ്മമായ നിരീക്ഷണത്തിലൂടെയാണ് അദ്ദേഹം ചില കാര്യങ്ങൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഈ സംഭവം വിവാദമായതിനു ശേഷം ഇതിന്റെ ക്ഷമാപണവുമായി ഇതിന്റെ സ്ഥാപന ഉടമ രംഗത്ത് വന്നിരിക്കുന്നു. എന്നാൽ ക്ഷമാപണം മാത്രം പോരല്ലോ എന്നാണ് ഭാസ്കരൻ നായർ അജയൻ പറയുന്നത്. അദ്ദേഹം ചോദിക്കുന്നു, ക്ഷമാപണം മാത്രം പോരല്ലോ സാർ, നബിദിനത്തിനോ റംസാനോ നബിയുടെ ചിത്രവും പിന്നെ പന്നിയിറച്ചി കുരുമുളക് ഇട്ട് വെച്ച ചിത്രവുമായി വേലായുധൻ നായരുടെ ഹോട്ടലിൽ കിട്ടുമെന്ന് കാണിച്ച് ഒരു പോസ്റ്റർ ഇറക്കിയിരുന്നു എങ്കിൽ? പ്രിയപ്പെട്ടവരെ, പ്രതിഷേധങ്ങൾ ശക്തമായതോടെ മെഹർ മന്തി ആൻഡ് ഗ്രിൽസ് മാപ്പ് പറഞ്ഞുകൊണ്ട് വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട്. അവരുടെ വിശദീകരണം ഇങ്ങനെയാണ്: ഡിസൈനർക്ക് പറ്റിയ അബദ്ധമാണ്. പോസ്റ്റർ നിർമ്മാണം പുറത്തുള്ള ഏജൻസിയാണ് ഏൽപ്പിച്ചത്. പതിവ് രീതികൾ തന്നെ. ആദ്യം പരിഹസിക്കുക, പ്രതിഷേധം വരുമ്പോൾ അറിയാത്ത പോലെ മാപ്പ് പറയുക. ഹിന്ദു വിശ്വാസത്തിന് ദൈവങ്ങളെ സംബന്ധിച്ച് വരുമ്പോൾ അവർ ആദ്യ പരീക്ഷണങ്ങൾ നടത്തുന്നു, പിന്നീട് പ്രതിഷേധം ഉണ്ടാകുമ്പോൾ മാത്രം വിശദീകരണം. കഴിഞ്ഞ ദിവസം ഒരു ചെറുക്കൻ ഇതാ ബീഫ് കഴിക്കൂ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ നിർബന്ധിക്കുന്നത് കണ്ടു. ബീഫ് കഴിക്കൂ എന്ന് മറ്റുള്ളവരെ നിർബന്ധിക്കുന്ന ഇവൻ പറയുകയാണ് പന്നിയിറച്ചി അവന് നിഷിദ്ധമാണ്, അവന്റെ മതഗ്രന്ഥത്തിൽ ഉണ്ട് എന്ന്. അവന് പന്നി നിഷിദ്ധമാണ്, എന്നാൽ മറ്റുള്ളവരെ അവന് പശു ഇറച്ചി തീറ്റിക്കണം. ഒന്നുകിൽ പശു ഇറച്ചിയും പന്നിയിറച്ചിയും കഴിക്കുന്ന ഇസ്ലാം മതവിശ്വാസിയാകണം, അല്ലെങ്കിൽ അത് പറയാം. വീണ്ടും ആ മാപ്പ് പറച്ചിലേക്ക്. ഈ മുഹമ്മദ് ഷമീർ സ്വന്തം മതത്തിനെതിരെ ഇത്തരം ഒന്ന് പരീക്ഷിക്കുമോ? പന്നിയുടെ ചിത്രം വെച്ചുകൊണ്ട് ഒരു പോസ്റ്റർ അദ്ദേഹം ചെയ്യുമോ? ഇതൊരു ഒറ്റപ്പെട്ട തെറ്റല്ല, ഇതൊരു ആവർത്തിക്കപ്പെടുന്ന മനോഭാവമാണ്. ഇനി വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ പന്നി ഇറച്ചിയിലേക്ക് വരാം. സ്വന്തം മതത്തിലെ എല്ലാ ആചാരങ്ങളെയും പവിത്രമായി കണ്ട് മറ്റുള്ളവരുടെ മത ആചാരങ്ങളെ ചവിട്ടി അരയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ബീഫ് ഉപഭോഗവും കശാപ്പുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി 2017 കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന കശാപ്പിനായുള്ള കന്നുകാലി വിൽപ്പന നിരോധനവുമായി ബന്ധപ്പെട്ട ഒരു വിധി പ്രസ്താവിച്ചു. അന്ന് ഡിവൈഎഫ്ഐക്കാർ ബീഫ് ബിരിയാണി ഉണ്ടാക്കി. ഉദ്ഘാടകനായി AN ഷംസീറിനെയാണ് വിളിച്ചത്. അയാൾ കേന്ദ്ര സർക്കാരിനെ കുറിച്ചും മോദിയെ കുറിച്ചും പറയുന്നു എന്ന ഭാവത്തിൽ ഹിന്ദുക്കളെ വളരെ ഭംഗിയായി ചീത്ത വിളിച്ചു. ഇത് കേട്ട് മണ്ടൻ ഹിന്ദു എന്ന ജന്തു കൈയടിച്ചു. ഇനിയാണ് ട്വിസ്റ്റ്. ബിരിയാണി വിളമ്പി AN ഷംസീർ കഴിച്ചില്ല. കാരണം എന്താണെന്നറിയാമോ? എനിക്ക് നോമ്പാണ് എന്ന് പറഞ്ഞാണ് കഴിക്കാത്തത്. അവിടെ കൂടിയിരുന്ന ഹിന്ദുക്കൾ ഉറക്കെ വിളിച്ചു, ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലില്ല മുസ്ലിം രക്തം. ഇത് കേട്ട് ചെറുപുഞ്ചിരിയോടെ AN ഷംസീറും ഏറ്റുവിളിച്ചു. ജോൺ ബ്രിട്ടാസ് തുടങ്ങിയ ഉന്നത ക്രൈസ്തവ നേതാക്കൾ എല്ലാ പേരും അവരുടെ മക്കളെ പള്ളിയിൽ വെച്ച് മാമോദീസ മുക്കി കല്യാണം കഴിപ്പിക്കും. കൃത്യമായി എല്ലാ ഞായറാഴ്ചകളിലും പള്ളിയിലും പോകും. ഇസ്ലാം മത വിശ്വാസികളെ എല്ലാ നേതാക്കളും എല്ലാ വെള്ളിയാഴ്ചകളിലും പള്ളിയിൽ നിസ്കരിക്കാൻ പോകും. കേരള നിയമസഭയിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം നിസ്കരിക്കാൻ മാത്രം അവധിയുണ്ട്. അപ്പോൾ നിയമസഭ പ്രവർത്തിക്കില്ല. ആ നിയമം ഉണ്ടാക്കിയത് AN ഷംസീറാണ്. ഞാൻ പറഞ്ഞു വന്നത് RSS BJP വിരോധം എന്ന് പറഞ്ഞവർ ഭംഗിയായി ഹിന്ദുവിന്റെ ആചാരാനുഷ്ഠാനങ്ങളെ നശിപ്പിക്കാനും മതം മാറ്റാനും ശ്രമിക്കുന്നുണ്ട്. TCSലെ മതം മാറ്റം കേരള സ്റ്റോറിയുടെ വേറൊരു പതിപ്പാണ്. ആരെങ്കിലും പറയുന്നുണ്ടോ? നോക്കൂ, ഇന്ത്യൻ പ്രസിഡന്റ് മുതൽ ഇങ്ങ് കേരള മുഖ്യമന്ത്രി വരെ ഹിന്ദുക്കളായിരുന്നിട്ടും ഇവിടെ തല ഉയർത്തിപ്പിടിച്ച് ഹിന്ദു ആചാരപ്രകാരം ജീവിക്കാൻ സാധിക്കുന്നില്ല. കാരണം കോടാലിക്കൈകളായ ഹിന്ദുക്കൾ തന്നെ. മതേതരത്വം എന്നാൽ എല്ലായ്പ്പോഴും ഹിന്ദുവിനെ ഇകഴ്ത്തി സംസാരിക്കുക, അവന്റെ ആചാരങ്ങളെ ഇകഴ്ത്തുക എന്നതാണോ എന്ന് ഭാസ്കരൻ നായർ അജയൻ ചോദിച്ചിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മൻസ്.